അതുപോലെ തന്നെ ദാരിദ്ര്യം ലോകത്തിന് മുമ്പിലേക്ക് കാണിക്കാൻ പോലും പറ്റുന്ന മിനിമം സൗകര്യങ്ങളുള്ള ഒരു ആംബിയൻസിലേക്കല്ല പ്രധാനമന്ത്രി ഒരു പ്രൊമോഷന് വേണ്ടി കടന്നു വരുന്നത്. അത്രയധികം ദാരിദ്ര്യമാണ് നോർത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു മന്ത്രി ഇപ്പോൾ ഞാൻ കാണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭവനത്തിൽ വന്ന് ഭരണ നേട്ടങ്ങൾ ഊന്നി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സാങ്കേതികളടക്കം കേരളം കത്തിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയാണ്. ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള സംഗതി പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഉജ്ജ്വല യോജനയിൽ ഇത്രയധികം കോടിക്കണക്കിന് ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു വീട്ടിലേക്ക് കിട്ടിയത് പ്രധാനമന്ത്രി അതൊരു വലിയ ഭരണ നേട്ടമായിട്ട് പറയുന്ന സമയത്ത് അത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അവിടെ വർക്കാവും. ആ വർക്കാവുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മയാണ് ബിജെപിയെ അവിടെ എപ്പോഴും അധികാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതി. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള മിനിമം അവകാശങ്ങളായിട്ടുള്ള സംഗതികൾ പോലും അത്രയധികം വലിയ കാര്യമായിട്ടാണ് ആ ഒരു ജനത നോക്കിക്കാണുന്നത്. കാരണം ഇതുപോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ ഒരു കുടുംബം, നിഷ്കളങ്കരായിട്ടുള്ള കുടുംബം, അവിടെ ഗ്യാസ് കിട്ടിയതിനെ കുറിച്ചിട്ടും വെള്ളം കിട്ടിയതിനെ കുറിച്ചിട്ടും ആ ഒരു വീട് ആ ഒരു അവസ്ഥയിൽ ഉണ്ടാക്കാൻ സഹായിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ അവർക്ക് കിട്ടിയ വീടായതുകൊണ്ടാണ് 50,000 2 തവണയായിട്ട് പിന്നെ ടോട്ടൽ 5 ലക്ഷം രൂപ കടം എടുക്കലായിട്ട് കിട്ടിയ ഒരു ഭവനമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭവനത്തിന്റെ ഈ ഒരു കണ്ടീഷനിൽ അവർക്ക് അവിടെ താമസം അനുവദിക്കില്ല. കാരണം നമ്മുടെ ഭൗതിക നിലവാരത്തിനനുസരിച്ചിട്ട് ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ സുരക്ഷയ്ക്കാണ് മുഖ്യ പരിഗണന കൊടുക്കുന്നത്. ഇത്തരത്തിൽ വയറിംഗ് ചെയ്ത കറണ്ട് 4 പാടം വലിച്ചിരിക്കുന്ന ഒരു വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ അപ്രൂവൽ പോലും നമ്മുടെ നാട്ടിൽ കൊടുക്കത്തില്ലാത്ത തരത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. ബേസിക്കായിട്ട് ഒരു വീട് ഒരു സ്കീമിൽ കൊടുക്കുന്ന സമയത്ത് അതിന്റെ പ്ലാസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കാറുണ്ട്, അതിന്റെ തറ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാറുണ്ട്. ഇവിടെ 5 ലക്ഷം രൂപ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കൂടെ കിട്ടുന്നുണ്ട്, അവർ ആർക്കും കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ആ ഒരു വീടിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഭരണ നേട്ടം ഊന്നി പറയുന്ന ഇതുവരെയുള്ള പാർട്ടികളിൽ ഒന്നുപോലും പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കത്തില്ലാത്ത തരത്തിലേക്കുള്ള ശോചനീയമായിട്ടുള്ള ഒരു വീടാണ്. ഇതൊക്കെയാണ് നോർത്തിലെ ആ ഒരു സുഖ സമൃദ്ധിയുടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കണം.